പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മൾ പരിശുദ്ധ ലയോ 14-ാമൻ പാപ്പയുടെ ഒരു കോട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവിടെ പാപ്പ പറയുകയാണ്, കർത്താവിനെ കാണാനും അവിടത്തോടൊപ്പം ആയിരിക്കുവാനുമായി മരുഭൂമിയിലേക്ക് എല്ലാ ദിവസവും പിൻവാങ്ങാൻ സമയം കണ്ടെത്തുക. അതായത് കർത്താവിനെ കാണാനും അവിടത്തോടൊപ്പം ആയിരിക്കുവാനും. ഇത് പ്രിയ സഹോദരങ്ങൾ നിരന്തരമായൊരു പ്രക്രിയയാണ്. ഞാൻ പരിചയപ്പെട്ട അനേകരെ അവർ ഒരു ധ്യാനത്തിൽ കൂടുന്നു, അല്ലെങ്കിൽ മാതാവിന് വിമല ഹൃദയ സമർപ്പണം നടത്തുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു കണ്ടിന്യൂറ്റി ഇല്ല, അതിനൊരു തുടർച്ചയില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു നിശ്ചിത സമയം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക്, നിർബന്ധമായിട്ടും ബലിയർപ്പണം, അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രാർത്ഥന, വചന വായന, ഇതെല്ലാം നടക്കുന്ന ഇടങ്ങളാണ് ഇത്. കർത്താവിനെ കാണാനും അവിടത്തോടൊപ്പം ആയിരിക്കുവാനും മരുഭൂമിയിലേക്ക് പിൻവാങ്ങാൻ എല്ലാ ദിവസവും സമയം കണ്ടെത്തുക എന്ന് പരിശുദ്ധ പിതാവ് പറയുമ്പോൾ നമുക്കൊരു ആത്മീയ അനുഭവം ഇല്ല എന്ന് പലപ്പോഴും നമ്മൾ വേദനിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ ഒരു ആത്മീയ അനുഭവത്തിന് വേണ്ടി നാം എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട്, അതായത് ദൈവകൃപ ഉപയോഗിച്ച് നമ്മൾ എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട് എന്ന് കൂടി നമ്മളൊന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ജനുവരി മാസം നമുക്കറിയാം ഒരു സെലിബ്രേഷൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. ഈ ഞാൻ ആനന്ദിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഉല്ലസിക്കുന്ന കാലഘട്ടത്തിലും ദിവസങ്ങളിലും കർത്താവിനോടൊത്ത് സമയം ചെലവഴിക്കുവാൻ ഞാൻ അതിനായിട്ടുള്ള അവസരം ഞാൻ ഒരുക്കുന്നില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ആത്മീയ വളർച്ച നമ്മെ സംബന്ധിച്ച് അത് ഒരു ഭാലി കയറാ മലയായിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ സെലിബ്രേഷൻ്റെ കാലമാണെങ്കിലും പരീക്ഷണങ്ങളുടെ കാലമാണെങ്കിലും കർത്താവിനെ കണ്ടെത്താൻ തക്ക വിധത്തിൽ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം മാർപ്പാപ്പയുടെ ഭാഷയിൽ മരുഭൂമിയിലേക്ക് പിൻവാങ്ങാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശ്വരൻ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.